ആമിൽ അൽ റസൂൽ അധ്യായം 14. പൗലോസും ബർന്നബാസും ഇക്കോണിയത്തിലെ ജൂതരുടെ പള്ളിയിൽ പ്രവേശിച്ച് വയലു പറഞ്ഞു. ജൂതരും യുനാനികളും അടങ്ങിയ ഒരു വലിയ കൂട്ടം ഈമാൻ അർപ്പിച്ചു. ഈമാൻ അർപ്പിക്കാത്ത ജൂതർ യഹ്വാനിയങ്ങൾക്കെതിരായി ജൂതരല്ലാത്തവരെ ഇളക്കുകയും അവരുടെ കൽബിനെ ശത്രുത കൊണ്ട് നിറക്കുകയും ചെയ്തു. എങ്കിലും അവർ വളരെ നാൾ അവിടെ പാർത്ത് റബ്ബിൽ ആശ്രയിച്ചു ഷജാഅത്തോടെ ധൈര്യപൂർവ്വം വയലു പറഞ്ഞുകൊണ്ടിരുന്നു. മോജിസാത്തുകളും അലാമത്തുകളും ചെയ്യാൻ അവർക്ക് നിയമത്ത് നൽകിക്കൊണ്ട് റബ്ബിൻ്റെ റഹ്മത്തിനാൽ കലാമിന് ഷഹാദത്ത് നൽകി. എന്നാൽ മദീനയിലെ ജനങ്ങളുടെ ഇടയിൽ രണ്ടു മദ്ഹബായി തിരിഞ്ഞ് ചിലർ ജൂതരുടെ കൂടെയും ചിലർ റസൂലുമാരുടെ കൂടെയും ചേർന്നു. പൗലോസിനെയും ബർന്നബാസിനെയും അപമാനിക്കാനും കല്ലെറിയാനുമുള്ള ഒരു നീക്കം ജൂതരല്ലാത്തവരുടെയും ജൂതരുടെയും അവരുടെ സുൽത്താനുകളുടെയും ഭാഗത്തു നിന്നുണ്ടായി. ഇതറിഞ്ഞ് അവർ ലിക്കവോനിയയിലെ മദീനകളായ ലുസ്ത്രയിലേക്കും ഗർബയിലേക്കും ഹരിയകളിലേക്കും ഓടിപ്പോയി. അവിടെ അവർ ഇഞ്ചീലിനെക്കുറിച്ചുള്ള വയലു പറഞ്ഞുകൊണ്ടിരുന്നു. കാലുകൾക്ക് സ്വാധീനമില്ലാത്ത ഒരാൾ ലുസ്ത്രയിലുണ്ടായിരുന്നു. ജനിച്ചപ്പോൾ മുതൽ മുടന്തനായിരുന്ന അവന് ഒരിക്കലും നടക്കാൻ കഴിഞ്ഞിരുന്നില്ല. പൗലോസ് വയലു പറയുന്നത് അവൻ കേട്ടു. പൗലോസ് അവനെ സൂക്ഷിച്ചു നോക്കി. ശിഫയാവാനുള്ള ഈമാൻ അവനുണ്ടെന്ന് കണ്ട് പൗലോസ് ഉച്ചത്തിൽ പറഞ്ഞു, എഴുന്നേറ്റ് കാലുറപ്പിച്ച് നിൽക്കുക. അവൻ ചാടി എഴുന്നേറ്റ് നടന്നു. പൗലോസ് ചെയ്തത് കണ്ട ജനക്കൂട്ടം ലിക്കവോനിയൻ ഭാഷയിൽ ഉച്ചത്തിൽ പറഞ്ഞു, ആലിഹത്തുകൾ മനുഷ്യരൂപത്തിൽ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. അവർ ബർന്നബാസിനെ സേവൂസ് അഥവാ ഇന്ദ്രൻ എന്നും പൗലോസ് പ്രധാനിയായിരുന്നതിനാൽ അവനെ ഹെർമസ് അഥവാ ബുധൻ എന്നും വിളിച്ചു. മദീനയുടെ മുമ്പിലുള്ള ഇന്ദ്രക്ഷേത്രത്തിലെ പൂജാരി കാളകളും പൂമാലകളുമായി വാതിലിൻ്റെ അടുത്ത് വന്ന് ജനങ്ങളോട് ചേർന്ന് കുർബാനി അർപ്പിക്കുവാൻ തീരുമാനിച്ചു. ഇതറിഞ്ഞ് റസൂലുമാരായ ബർന്നബാസും പൗലോസും ഉടുപ്പ് കീറി ജനക്കൂട്ടത്തിലേക്ക് ഓടിച്ചെന്ന് വിളിച്ചു പറഞ്ഞു, ഹേ മനുഷ്യരെ, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്താണ്? ഞങ്ങളും നിങ്ങളെപ്പോലെ തന്നെയുള്ള മനുഷ്യരാണ്. ബാത്തിലായ ഈ രീതികളിൽ നിന്ന് അള്ളാഹുവിലേക്ക് നിങ്ങൾ തിരിയണമെന്ന് ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. അവനാണ് ആകാശവും ദുനിയാവും സമുദ്രവും അവയിലുള്ള സകലവും സൃഷ്ടിച്ചത്. കഴിഞ്ഞ തലമുറകളിൽ എല്ലാ ജനതകളെയും സ്വന്തം വഴിയിൽ നടക്കാൻ അനുവദിച്ചു. എങ്കിലും ഹൈർ പ്രവർത്തിക്കുകയും ആകാശത്തു നിന്ന് മഴയും ഫലപുഷ്ടമായ കാലാവസ്ഥയും നിങ്ങൾക്ക് തരികയും ഒജീനവും ഷഹാദത്തും നൽകി നിങ്ങളുടെ കൽബുകളെ നിറക്കുകയും ചെയ്തു. അവൻ തന്നെക്കുറിച്ച് ഷഹാദത്ത് തരാതിരുന്നിട്ടില്ല. അവർ ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവർക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്നും ജനങ്ങളെ പ്രയാസത്തോടെ തടുത്തു. എന്നാൽ അന്ത്യോക്യയിൽ നിന്നും ഇക്കോണിയത്തിൽ നിന്നും അവിടെ എത്തിയ ജൂതന്മാർ ജനങ്ങളെ പ്രേരിപ്പിച്ച് പൗലോസിനെ കല്ലെറിഞ്ഞു. മൗത്ത എന്ന് വിചാരിച്ച് അവർ അവനെ മദീനയ്ക്ക് പുറത്തേക്ക് വലിച്ചു കൊണ്ടുപോയി. എന്നാൽ സ്വഹാബികൾ അവന് ചുറ്റും കൂടി നിന്നപ്പോൾ അവൻ എഴുന്നേറ്റ് മദീനയിലേക്ക് പോയി. അടുത്ത ദിവസം ബർന്നബാസിനോടുകൂടെ പൗലോസ് ദർബയിലേക്ക് പോയി. ആ മദീനയിലും അവർ ഇഞ്ചിയിൽ അറിയിച്ച് പലരെയും സ്വഹാബികളാക്കി. പിന്നെ അവർ ലുസ്ത്രയിലേക്കും ഇക്കോണിയത്തിലേക്കും അന്ത്യോക്യയിലേക്കും തിരിച്ചു ചെന്നു. ഈമാനിൽ നിലനിൽക്കണമെന്നും ഒട്ടേറെ അദാബുകളിലൂടെ അള്ളാഹുവിൻ്റെ രാജ്യത്തിൽ കടക്കണമെന്നും തഅലീം ചെയ്തുകൊണ്ട് സ്വഹാബികളുടെ കൽബിനെ അവർ ഉറപ്പിച്ചു. അവർ മഹല്ലുകൾ തോറും ശൈഖുമാരെ നിയമിക്കുകയും നോമ്പ് നോറ്റും ദുആ ഇരുന്നും അവരെ തങ്ങൾ ഈമാൻ അർപ്പിച്ച റബ്ബിൽ സമർപ്പിക്കുകയും ചെയ്തു. പിന്നീട് അവർ പിസിദിയായിലൂടെ കടന്ന് പാംഫീലിയയിലെത്തി. പെർഗായിൽ കലിമ അറിയിച്ചതിന് ശേഷം അവർ അത്താലിയയിലേക്ക് പോയി. അവിടെ നിന്ന് അന്ത്യോക്യയിലേക്ക് കപ്പൽ കയറി. അവർ കാമിലാക്കിയ ഖിദ്മത്തിന് ആവശ്യമായിരുന്ന അള്ളാഹുവിൻ്റെ റഹ്മത്തിന് അവരെ സമർപ്പിച്ചയച്ചത് അവിടെ വെച്ചായിരുന്നുവല്ലോ. അവർ അവിടെ എത്തിയപ്പോൾ മഹല്ല് വിളിച്ചുകൂട്ടി അള്ളാഹു അവരോട് കൂടെ ഇരുന്ന് ചെയ്തതൊക്കെയും ജൂതരല്ലാത്തവർക്ക് ത്വരീഖത്തുൽ ഈമാൻ എങ്ങനെയാണ് തുറന്നു കൊടുത്തതെന്നും വിശദീകരിച്ചു. പിന്നീട് കുറേ കാലത്തേക്ക് അവർ സ്വഹാബികളോടുകൂടെ അവിടെ താമസിച്ചു.